ഹായ് ഓൾ, സോ മക്കളെ എല്ലാവരും +2 ബോർഡ് എക്സാം പ്രിപ്പറേഷനിലാണ്. സോ അടുത്ത മാസം നമുക്ക് എന്ത് ചെയ്യാണ്, കീം എക്സാം വരാൻ വേണ്ടി പോവാണ്. ഏപ്രിൽ 2nd വീക്കോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും, കീം എക്സാം ആരംഭിക്കും. സോ കീം പോലുള്ള എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് കീം എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത്, അതായത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുക നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന്റെ സ്കോറും അതേപോലെ കീം എക്സാമിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോറും ആയിരിക്കും. രണ്ടിനും 50% ചാൻസ് ഉണ്ട്. 50% പറയുമ്പോൾ നിങ്ങളുടെ കീം എക്സാമിന്റെ സ്കോർ, 50% പറയുമ്പോൾ +2 ബോർഡ് എക്സാമിന്റെ സ്കോർ ആണ്. ബോർഡ് എക്സാമിന്റെ സ്കോർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റിലും മക്കൾ സ്കോർ ചെയ്തിരിക്കുന്ന എത്രയാണോ അത് എപ്പോഴും എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. സോ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണെങ്കിലും കുറച്ച് പേർക്ക് അറിയാത്ത കാര്യമാണിത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ നോട്ട് ചെയ്യണം. അതായത് നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 3 സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഈ 3 സബ്ജക്റ്റും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക, നല്ലോണം സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാനും കൂടെ നോക്കുക. ഇനി കീം എക്സാമിലേക്ക് വരുമ്പോൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ +1, +2 ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് +1, +2 സിലബസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക കീം എക്സാമിന്. അപ്പൊ നമ്മളെല്ലാവരും +2 ബോർഡ് എക്സാം എഴുതുന്ന മക്കളാണ്. സോ +1 ടോപ്പിക്സ് ഒക്കെ മറന്നുപോയവരുണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റിൽ ഓർമ്മ ഉണ്ടാവില്ല അല്ലെ. 2 ചാപ്റ്റേഴ്സ് അതായത് +1 ആൻഡ് +2 നമുക്ക് ഒരുപോലെ എന്താണ് കീം എക്സാമിന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, +1 കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ബോർഡ് എക്സാമിലേക്ക് അത് നോക്കുന്നുണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യണം, കീം എക്സാമിലേക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. സോ +1, +2 സിലബസ് പഠിക്കണം. അതേപോലെ നല്ല കീം എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. എങ്ങനെയാണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് വരിക, പ്രത്യേകിച്ച് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, തെറ്റായ ഓരോ ഉത്തരത്തിനും നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള കാര്യം ഓർമ്മിക്കണം. അതേപോലെ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ഓപ്ഷൻസും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും, എങ്ങനെ ആൻസർ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലെ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ബോർഡ് എക്സാം കഴിയുമ്പോഴേക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് കീം എക്സാമിനായിട്ട് ബാക്കി ഉണ്ടാവുക. അപ്പൊ ഈ ദിവസങ്ങൾ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് എൻട്രൻസ് പ്രിപ്പറേഷൻ നമുക്ക് നടക്കാൻ പറ്റുക അല്ലെ. അപ്പൊ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിന് അത്രയും ലിമിറ്റേഷൻസ് കാണുമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നമ്മുടെ കീമിയുടെ എൻകെയിൻ ബാച്ച്, അതായത് നമ്മുടെ സെക്കൻഡ് 2.0 ബാച്ച് ആണ് കീം എൻകെയിൻ 2.0 ബാച്ചിൽ മക്കൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ കുറച്ച് ദിവസം നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് മോക്ക് എക്സാം സീരീസ് ഉൾപ്പെടെ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള +1 ആൻഡ് +2 എല്ലാ ചാപ്റ്റേഴ്സും ലൈവ് ക്ലാസ്സുകളും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കീമിന്റെ PYQs ഉൾപ്പെടെ കോൺസെപ്റ്റ് ഉൾപ്പെടെ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുക്കുക. ഇനി അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കാൻ നമ്മുടെ കയ്യിൽ അവസാന നിമിഷമൊന്നും ഇല്ല, കാരണം എത്തിക്കൊണ്ടിരിക്കുവാണ് എക്സാം. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യുക, ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്ക് ഇനിയും കാണാം. സോ ഓൾ ദി ബെസ്റ്റ്.